നമസ്കാരം. ഭാരതവും കാനഡയും തമ്മിൽ ഒപ്പിട്ട ചരിത്രപരമായ യുറേനിയം വിതരണം കരാറിനെതിരെ പാകിസ്ഥാൻ ഉയർത്തുന്ന ആരോപണങ്ങൾ പുച്ഛിച്ചു തള്ളി ഇന്ത്യ. ആണവ സാങ്കേതിക വിദ്യ മോഷ്ടിച്ചും രഹസ്യമായി കടത്തിയും ലോകത്തിനു മുന്നിൽ നാണം കെട്ട ചരിത്രമുള്ള പാകിസ്ഥാന് ഭാരതത്തെ ആണവ മര്യാദകൾ പഠിപ്പിക്കുവാൻ വരേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം തുറന്നടിച്ചു. കാനഡയുമായുള്ള കരാർ മേഖലയുടെ സുരക്ഷ തകർക്കുമെന്ന പാക് വിദേശകാര്യ വക്താവ് താഹിർ ആന്ത്രാബിയുടെ പ്രസ്താവന തികച്ചും പരിഹാസ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം രാജ്യത്തിന്റെ തകർന്നടിഞ്ഞ ആണവ റെക്കോർഡിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ പാഴ്ശ്രമം മാത്രമാണ് ഇതെന്നും ഇന്ത്യ പരിഹസിച്ചു. ആണവ നിർവ്യാപനത്തിന്റെ കാര്യത്തിൽ ഭാരതത്തിന്റെ റെക്കോർഡ് ലോകം അംഗീകരിച്ചതാണെന്നും അത് കളങ്കമില്ലാത്തതാണെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി. എന്നാൽ കള്ളത്തരത്തിലൂടെ ആണവ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതിൽ കുപ്രസിദ്ധിയാർജിച്ച ഒരു രാജ്യം കയറ്റുമതി നിയന്ത്രണത്തെക്കുറിച്ചും ആണവ അപകടങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് വൈരുദ്ധ്യമാണെന്നും ഇന്ത്യ ആഞ്ഞടിച്ചു. എക്യു ഖാനെ പോലെയുള്ളവർ വഴി ആണവ സാങ്കേതികവിദ്യ കരിഞ്ചന്തയിൽ വിറ്റഴിച്ച ചരിത്രമുള്ള പാകിസ്ഥാന് ഇന്ത്യയുടെ സുതാര്യമായ നയങ്ങളെ വിമർശിക്കുവാൻ അർഹതയില്ല. ഭാരതത്തിന് ലഭിക്കുന്ന യുറേനിയം സിവിൽ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും എന്നാൽ ഇത് ആഭ്യന്തര യുറേനിയം സൈനിക ആവശ്യങ്ങൾക്കായി മാറ്റുവാൻ ഇന്ത്യയെ സഹായിക്കുമെന്നുമുള്ള പാകിസ്ഥാന്റെ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണ്. 1974 ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തെ മുൻനിർത്തി പാകിസ്ഥാൻ ഉയർത്തുന്ന വാദങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുവാനുള്ള നീക്കമാണെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ആണവ നിലയങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിലല്ലെന്ന പാകിസ്ഥാന്റെ ആരോപണം തെറ്റാണെന്നും കൃത്യമായ രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കാനഡയുമായുള്ള കരാർ മുന്നോട്ടു പോകുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ചും ഇന്ധന സുരക്ഷയെക്കുറിച്ചും ഇന്ത്യ ഗൗരവമായ ചർച്ചകൾ നടത്തുമ്പോൾ ഇത്തരം വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളുമായി വരുന്നത് പാകിസ്ഥാന്റെ നയതന്ത്ര പാപ്പരത്വമാണ് കാണിക്കുന്നത്. ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ പ്രാദേശിക സുസ്ഥിരതയെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യമാണെന്നും ആയുധ പന്തയത്തിന് ഇന്ത്യയല്ല മറിച്ച് അയൽരാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന പാകിസ്ഥാൻ തന്നെയാണ് കാരണമെന്നും ഇന്ത്യ ആവർത്തിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി നടത്തുന്ന ഇത്തരം ക്രിയാത്മക നീക്കങ്ങളെ തടസ്സപ്പെടുത്തുവാൻ പാകിസ്ഥാന് കഴിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന വർദ്ധിച്ചുവരുന്ന പിന്തുണയിൽ പാകിസ്ഥാൻ അസ്വസ്ഥരാണെന്നും ഇത്തരം പ്രസ്താവനകൾ അതിന്റെ പ്രതിഫലനമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തള്ളിക്കളയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.